അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടായിരുന്നു ഫസ്മിനെ ഉണ്ടെങ്കിൽ ഡയറിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എന്നെ പറ്റിയല്ല എഴുതി വെച്ചിരുന്നത്, എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്ര വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫസ്മിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുണ്ടെങ്കിൽ ഞാൻ ആർക്കും ഒരു മറുപടിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇനി ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഞാനുണ്ടെങ്കിൽ ഇനി എൻ്റെ ചാനലുണ്ടെങ്കിൽ ഇത് കണക്ക് ലല്ലുവിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ചോ ഉള്ള ഒരു വീഡിയോയും ചെയ്യത്തില്ല. ഞാനുണ്ടെങ്കിൽ എൻ്റെ പുതിയ ജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ്. ആൾക്കാരുണ്ടെങ്കിൽ തന്നെ പറ്റി പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അത് തനിക്കൊരു പ്രശ്നമില്ല, ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട്. ഞാനുണ്ടെങ്കിൽ ഇനി അതിനെ പറ്റിയൊന്നും ആലോചിക്കത്തില്ല. ഞാനുണ്ടെങ്കിൽ എൻ്റെ പുതിയൊരു ജീവിതം നോക്കി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആൾക്കാരും ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് വരരുത്. അതോടെ തന്നെ ഞാൻ ഇനി ആരെയെ പറ്റി ഒന്നും പറയത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഫസ്മിനെ ഉണ്ടെങ്കിൽ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം, ഇതിന് ഡയറിയെക്കുറിച്ചുള്ള നല്ലൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് ഒളിച്ചോടുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തായിരുന്നാലും നല്ലൊരു കാര്യം, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കാതെ ബാക്കിയുള്ളൊരു കാര്യം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും എന്തുവാന്നുള്ളത് ഇനി അറിയത്തേ ഉള്ളൂ. അതോ പഴയ പോലെ തന്നെ പിന്നെ ലല്ലുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയില്ലയോ എന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ.